നമസ്കാരം. 279 ദിവസത്തെ സെയിലിംഗ് കമൻട്രിയിലേക്ക്. ഇന്നലെ അല്ലല്ലോ, ഒരു ദിവസം കൂടി മുമ്പാണ് പോർട്ട് സന്ദർശിക്കുവാൻ പോയത്. ഒരു കാര്യം കൂടി ആ സന്ദർശനത്തിൽ മനസ്സിലായത്, വിഴിഞ്ഞമിന്നി ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് മാത്രമായിരിക്കില്ല, ഗേറ്റ് വേ ട്രാഫിക് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ വരുമ്പോൾ എനിക്കൊരു പഴയ വെല്ലുവിളി, ഒരു ചോദ്യം, വളരെ പഴയതല്ല, എനിക്ക് തോന്നുന്നു 1 വർഷം മുമ്പ്, കഴിഞ്ഞ വർഷം ഇൻഡസ്ട്രിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന വലിയൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, സെയിലിംഗ് കമൻട്രിയിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വിഴിഞ്ഞത്തിന് എവിടുന്നാണ് കാർഗോ വരിക? പരമാവധി ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കപ്പലുകൾ വഴി 5 ലക്ഷം കണ്ടെയ്നറുകൾ വന്നേക്കാം, അല്ലാതെ വിഴിഞ്ഞത്തിന് കാർഗോ എവിടെ നിന്നും ഉണ്ടാവില്ല. ഒരു വരി നമുക്ക് വായിച്ചിട്ട് ഈ കഥ തുടരാം. നേതാജി സുഭാഷ് ഡോക്ക് ഹാസ് റെഗുലർ ലൈനർ സർവീസ് കോൾസ് ഫ്രം ദി ഹബ് പോർട്ട്സ് ഓഫ് സിംഗപ്പൂർ, പൊട്ട്ക്ലാങ്, കൊളംബോ. മനസ്സിലായല്ലോ, സിംഗപ്പൂരിൽ നിന്നും, പോർട്ട്ക്ലാങ്ങിൽ നിന്നും, കൊളംബോയിൽ നിന്നും റെഗുലർ ലൈനർ സർവീസ് എന്ന് പറഞ്ഞാൽ വലിയ കപ്പലുകൾ എവിടെ വരുന്നു? നേതാജി സുഭാഷ് ഡോക്ക്, കൊൽക്കത്ത, പഴയ കൽക്കട്ട. റെഗുലറായിട്ട് വരുന്ന ആ ടെർമിനലിൽ വിഴിഞ്ഞത്തിൻ്റെ സ്പർശം, വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ അവിടെ ഇതൾ വിരിച്ചു കഴിഞ്ഞു. The presence of APSEZ at the dock is likely to improve connectivity between the terminal and its container ports, particularly with the transshipment hubs at Vizhinjam and Colombo that are targeted for commissioning during the year. നടപ്പ് വർഷം കമ്മീഷൻ ചെയ്യാൻ പോകുന്ന വിഴിഞ്ഞത്തെയും കൊളംബോയിലെ കമ്മീഷനിങ് എന്ന് പറഞ്ഞത് എന്താണ്? പഴയ പോർട്ടല്ല, ഈസ്റ്റേൺ കണ്ടെയ്നർ ടെർമിനൽ, രണ്ടും അദാനിയുടേതാണ്. ഇത് ഈ കണക്ടിവിറ്റി നേരത്തെ പറഞ്ഞ കണക്ടിവിറ്റി സാധ്യത കൂട്ടും. ഈ രണ്ട് കാര്യങ്ങളും പറയാൻ കാരണം, അദാനി ഏറ്റവും ഒടുവിൽ കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ഡോക്ക് കൂടി ഏറ്റെടുത്തു. ഒരു ഓപ്പൺ ടെൻഡറിൻ്റെ ഒടുവിൽ 5 വർഷത്തെ നടത്തിപ്പ് ചുമതല അദാനി ഗ്രൂപ്പിന് ലഭിച്ചിരിക്കുന്നു. ശ്യാമപ്രസാദ് മുഖർജി പോർട്ടാണ് അവിടുത്തെ പോർട്ടിൻ്റെ പേര് ഇപ്പോഴത്തെ. ആ പോർട്ടിലെ ഒരു ടെർമിനൽ നേതാജി സുഭാഷ് ഡോക്ക്. ഏകദേശം 6,30,000 കണ്ടെയ്നറാണ് കഴിഞ്ഞ വർഷം അവർ കൈകാര്യം ചെയ്തത്. 1 മില്യൺ ആയില്ല, വിഴിഞ്ഞത്തിൻ്റെ ടാർഗറ്റ് പോലും ആയിട്ടില്ല. അങ്ങനെ ഒരു പോർട്ട് അതുകൂടി അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുമ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. വിഴിഞ്ഞത്തിന് എവിടെ നിന്നാണ് കാർഗോ വരിക? അദാനി തന്നെ ഉത്തരം കണ്ടെത്തുന്നു. The presence of APSEZ at the dock is likely to improve connectivity between the terminal and its container ports. മനസ്സിലായല്ലോ, കൊൽക്കത്ത പോർട്ടും വിഴിഞ്ഞവും കൊളംബോയുമായിട്ട് അദാനി തന്നെ കണക്ട് ചെയ്യുമ്പോൾ 6 ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ ഇനി സിംഗപ്പൂരിലും പൊട്ട്ക്ലാങ്ങിലും പോകുന്നതിന് പകരം വേണമെങ്കിൽ വിഴിഞ്ഞത്ത് വരാം. അപ്പോൾ ഈസ്റ്റേൺ സൈഡിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ അദാനി തന്നെ ഉറപ്പാക്കും. വെസ്റ്റേൺ സൈഡിലും മുണ്ട്രയും അതുപോലുള്ള പല പോർട്ടുകളും വെസ്റ്റേൺ സൈഡിലുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം നേരത്തെ തന്നെ നൽകിയതാണ്. അത് വെള്ളിയാഴ്ച ഈ ഡോക്യുമെൻ്റ്, ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് അദാനി ഗ്രൂപ്പിന് കൊടുത്തതോടുകൂടി പുതിയ ഒരു സാധ്യത കൂടി വിഴിഞ്ഞത്തിന് വരികയാണ്. APSEZ, India's largest port developer cum operator, on Friday announced the receipt of the letter of intent for the operation and maintenance of the container facility at the Netaji Subhash Dock at the Shyamaprasad Mukherjee Port in Kolkata. സർക്കാർ കരാറ് അവാർഡ് ചെയ്ത് കത്ത് കൊടുത്തു. ഓപ്പൺ ടെൻഡറിൻ്റെ ഒടുവിലാണ്, രഹസ്യ കച്ചവടമൊന്നുമല്ല. ഏറ്റവും കൂടിയ തുക തിരിച്ചു കൊടുക്കാം എന്നുള്ള കരാർ തന്നെയായിരിക്കും, അല്ലാതെ നടക്കില്ലല്ലോ. ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ഗവൺമെൻറ്റിന് ആര് കൊടുക്കുന്നു അവർക്കാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ കിഴക്കൻ തീരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർട്ടും വിഴിഞ്ഞം ഉൾപ്പെടുന്ന നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മുടെ ചോദ്യത്തിന് കുറച്ചുകൂടി വ്യക്തമായ ഉത്തരം ലഭിക്കുന്നു. വിഴിഞ്ഞത്തിന് എവിടെ നിന്ന് കണ്ടെയ്നർ വരും?
നമ്മൾ പ്രതീക്ഷിക്കുന്ന കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റിനേക്കാൾ കൂടുതൽ ഗേറ്റ് വേ ട്രാഫിക് തന്നെയാണ്. അത് വന്നാൽ മാത്രമേ നമ്മൾ പറഞ്ഞ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ പോർട്ടിന് ചുറ്റും വരികയുള്ളൂ. അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ ശ്രമം. അല്ലാതെ അദാനി നാട് മുഴുവൻ നടന്ന് ഇത്തരം ടെർമിനൽ എടുക്കുന്നതിലൂടെ വിഴിഞ്ഞം വയബിൾ ആയിക്കൊള്ളും എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നാൽ നമ്മുടെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കില്ല. നമുക്ക് ഈ കാഴ്ചകൾ കാണാം, ലോകത്തിലെ വമ്പൻ കപ്പലുകൾ വന്നു പോകുന്നതും അതൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ കണ്ടിരിക്കാം. പക്ഷേ തൊഴിലവസരങ്ങൾ ഉണ്ടാവില്ല. തൊഴിലവസരങ്ങൾ വരണമെങ്കിൽ ഗേറ്റ് വേ ട്രാഫിക് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് ചരക്കുകൾ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് വാല്യൂ അഡീഷൻ നടത്തി കണ്ടെയ്നറുകളിലാക്കി വെയർഹൗസുകളിൽ നിറച്ച് ഈ ട്രക്കുകളിൽ കൊണ്ടുവന്ന് കയറ്റിവിട്ടാൽ മാത്രമാണ് ലാൻഡ് സൈഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. അതിനുവേണ്ടിയുള്ള ശ്രമമായിരിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് റിംഗ് റോഡ് വരേണ്ടത്, അതിനുവേണ്ടിയാണ് റെയിൽ കണക്ടിവിറ്റി വരേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. പുതിയ സർക്കാർ വരുമ്പോൾ അതിനുവേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം. The Netaji Subhash Dock is the largest container terminal on the eastern coast of India. It handled around 0.63 million TEU in the financial year 23-24, serving a vast area covering West Bengal, Bihar, Uttar Pradesh, Jharkhand, Assam, Northeast Hill states, and the landlocked and the neighboring countries of Nepal and Bhutan, the company said. അദാനി ഗ്രൂപ്പിൻ്റെ റിലീസിലാണ് ഈ പറയുന്നത്. അപ്പോൾ കൊൽക്കത്ത എന്ന് പറയുന്നത് ഹിൻഡർലാൻഡ്, നമ്മുടെ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള തൊട്ടടുത്ത് കിടക്കുന്ന വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, ആസാം, നോർത്ത് ഈസ്റ്റിലെ 7 ഇങ്ങനെയൊക്കെ ഉള്ളതിന് പുറമെ ഭൂട്ടാനും നേപ്പാളിൻ്റെയും കാർഗോയും കൂടി ഈ പറയുന്ന നേതാജി സുഭാഷ് ഡോക്ക് വഴി വിഴിഞ്ഞത്ത് വരും. അപ്പോൾ അതാണ് ഈ ടെർമിനൽ ഏറ്റെടുത്തതോടുകൂടി വിഴിഞ്ഞത്തിന് വരുന്ന ഒരു മേൽക്കൈ. ഇത് വീതിച്ചു പോകും, ഇല്ലയെന്ന് പറയുന്നില്ല. കൊളംബോയിലോട്ടും പോകും, വിഴിഞ്ഞത്തോട്ടും വരും. കാരണം അദാനി കൊളംബോയും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് 10 ലക്ഷം തികയ്ക്കേണ്ട ഉത്തരവാദിത്വം അദാനിക്കുണ്ടെങ്കിൽ അത് 12 15 ആയിട്ട് തന്നെ ആദ്യ വർഷം അത് ഉയർന്നിരിക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. വളരെ ഊർജ്ജസ്വലമായ ഒരു ടീമാണ് അതിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ടാർഗറ്റുകൾ വളരെ പെട്ടെന്ന് അച്ചീവ് ചെയ്യപ്പെടും. എക്സ്പാൻഷനിലോട്ട്, വികസന പ്രവർത്തനത്തിലോട്ട് 2, 3, 4 ഘട്ട പ്രവർത്തനങ്ങളാണ് അവരുടെ ഇപ്പോഴത്തെ ചർച്ചകളിൽ സജീവമാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ടാർഗറ്റുകൾ വളരെ വേഗത്തിൽ നേടിയെടുക്കാൻ കഴിയും. ഇത്തരം അക്വിസിഷൻസ്, ഇത്തരം പുതിയ പുതിയ ടെർമിനലുകൾ ഏറ്റെടുക്കുന്നത് വിഴിഞ്ഞത്തിന് കൂടുതൽ കരുത്തേകുകയും ചെയ്യും.